ഞങ്ങളെല്ലാവരും എറണാകുളം മെട്രോ സ്റ്റേഷനിൽ എത്തിയപ്പോൾ മെട്രോ പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഞങ്ങളെല്ലാവരും തൃപ്പൂണിത്തുറയിലേക്ക് പോകാനുള്ള യാത്രയിൽ മെട്രോ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ട്രെയിൻ കാത്തിനുള്ള ഇരിപ്പാണിപ്പോൾ. ഞങ്ങളിൽ കുറച്ചു പേര് മാത്രമേ മെട്രോ സ്റ്റേഷൻ കണ്ടിട്ടുള്ളൂ. കുറച്ചു പേർ ആദ്യമായിട്ടുള്ള വരവാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് മെട്രോ ട്രെയിൻ കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തന്നെ ഉണ്ടായി. സജയ ഫോണില് മെട്രോ ദൃശ്യങ്ങൾ പകർത്തുകയാണ്. ഞങ്ങളുടെ കല്യാണിക്ക് മൈക്ക് കണ്ടപ്പോൾ എന്തെങ്കിലും ഒന്ന് പറയണമെന്ന് വളരെയധികം ആഗ്രഹം തോന്നി. അപ്പൊ കല്യാണി കുട്ടിക്ക് മൈക്ക് കൊടുക്കുകയാണ് ഞാൻ. അപ്പൊ ഗൈസ് നമ്മ ഇപ്പൊ മെട്രോ കാത്തിരിക്കുകയാണ് കേട്ടോ. മെട്രോയിൽ കൂടെ ഹിൽ പാലസിലേക്ക് പോവാണ് കേട്ടോ. ഞങ്ങൾക്ക് പോകാനുള്ള ട്രെയിൻ വരുന്നുണ്ട്. എല്ലാവരും ട്രെയിൻ കയറാനുള്ള തയ്യാറെടുപ്പിലാണ്. ഞങ്ങളെല്ലാവരും ട്രെയിൻ കയറുന്ന കാഴ്ചയാണ് ഇപ്പം നിങ്ങളെല്ലാവരും കാണുന്നത്. എല്ലാവരും ട്രെയിനിൽ കയറി. ഞങ്ങളെല്ലാവരും ട്രെയിനിൽ കയറി. ട്രെയിനിന്റെ ഉള്ളിലുള്ള കാഴ്ചയാണ് ഇപ്പം കാണുന്നത്. കുട്ടികള് ട്രെയിനിന്റെ വിൻഡോയിലൂടെ മഴ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പുറത്തുള്ള കാഴ്ചയാണ് ട്രെയിൻ വിൻഡോയിലൂടെ ഇപ്പോൾ നമ്മൾ കാണുന്നത്. പക്ഷെ ആൺകുട്ടികൾക്ക് ഫോണില്ലാത്തൊരു കളിയില്ല. ഞങ്ങളെല്ലാവരും മെട്രോയില് ട്രെയിനിൽ കയറിയിരിക്കുന്ന തൃപ്പൂണിത്തുറ കഴിഞ്ഞ് 2 സ്റ്റോപ്പ് കൂടെ കഴിഞ്ഞാൽ ഞങ്ങൾ ഹിൽ പാലസിലോട്ട് എത്തിച്ചേരുന്നതാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും തൃപ്പൂണിത്തുറ സ്റ്റേഷനിൽ ഇറങ്ങി. ഇനി ഓട്ടോ വിളിച്ച് ഹിൽ പാലസിലോട്ട് പോകണം. ഞങ്ങൾ ഹിൽ പാലസിന്റെ എൻട്രൻസിൽ എത്തിയിരിക്കുകയാണ്. ടിക്കറ്റ് കൗണ്ടറിന് മുമ്പിലുള്ള ക്യൂ ആണ് കാണുന്നത്. ഞങ്ങളും ടിക്കറ്റ് എടുക്കാനുള്ള ക്യൂവിൽ നിൽക്കുകയാണ്. പുരാവസ്തു മ്യൂസിയം, ഹിൽ പാലസ്. ടിക്കറ്റ് നിരക്കുകളാണ് ഇതിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. മുതിർന്നവർക്ക് 35 രൂപ, കുട്ടികൾക്ക് 10 രൂപ, ക്യാമറ 60 രൂപ, മൊബൈൽ ക്യാമറ 20 രൂപ. അങ്ങനെ ഓരോന്നിനും പ്രത്യേകം ചാർജാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ഞങ്ങളെല്ലാവരും ഹിൽ പാലസിന്റെ ഓരോ പടികളും കയറിക്കൊണ്ടിരിക്കുകയാണ്.
ഓരോ പടികളും കയറി, ഒരുപാട് പടികൾ കയറി വേണം ഹിൽ പാലസിലേക്ക് എത്തിച്ചേരാൻ. അങ്ങനെ എല്ലാ പടി കയറി കഴിഞ്ഞ് ഹിൽ പാലസിന്റെ മുറ്റത്ത് എത്തിച്ചേർന്നിരിക്കുക. ഞങ്ങളങ്ങനെ പകുതി പടിയോളം കയറി കഴിഞ്ഞു. അങ്ങനെ അങ്ങോട്ട് എത്തിച്ചേരാനുള്ള ആവേശത്തിൽ എല്ലാ പടികളും കയറാൻ പോകുകയാണ്. ഇന്നൊരു മഴയില്ലാത്ത ദിവസമാണ്, അതുകൊണ്ട് തന്നെ യാത്ര വളരെ സുഖമായി തോന്നുന്നുണ്ട്. ഞങ്ങൾ ഹിൽ പാലസിന്റെ മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ചെരുപ്പ് സൂക്ഷിക്കുന്ന ഒരു സ്ഥലത്തോട്ടാണ് ഞങ്ങൾ പ്രവേശിക്കുന്നത്. ഞങ്ങൾ ഹിൽ പാലസിന്റെ ഉള്ളിലെത്തിക്കഴിഞ്ഞു. ഇവിടെ ഫോട്ടോകൾ മാത്രം എടുക്കാൻ കഴിയുള്ളൂ, വീഡിയോസ് ഒന്നും എടുക്കാൻ കഴിയുന്നതല്ല. ഇത് രാജാക്കന്മാരുടെ ഇരിപ്പിടങ്ങളാണ്. ഇത് രാജാവിന്റെ സിംഹാസനമാണ്. ഇത് രാജാവിന്റെ ഇരിപ്പിടമാണ്. ഞങ്ങളുടെ കുളിപ്പുരയുടെ അടുത്തെത്തി കഴിഞ്ഞു. ഇതിലൂടെ നടന്നാണ് രാജകുടുംബാംഗങ്ങൾ കുളിക്കാൻ പോകുന്നത്. ഇവിടെ ഒരു കുളക്കടവുണ്ട്. അവിടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം കുളക്കടവാണ് കാണുന്നത്. ഇത് ഹിൽ പാലസിന്റെ കുളിപ്പുരയിലേക്കുള്ള കവാടമാണ് ഈ കാണുന്നത്. അതിലേക്കൂടെ ഞങ്ങൾ നടക്കാൻ പോകുകയാണ്. ഞങ്ങൾ കുളിപ്പുരയിലേക്കുള്ള നടന്നു നീങ്ങുകയാണ്. പുറത്ത് നല്ല മഴ തുടങ്ങിക്കഴിഞ്ഞു. വിശാലമായ ഇടനാഴിയിലൂടെ നടന്നു നീങ്ങി വേണം കുളക്കടവിലേക്ക് എത്തിച്ചേരാൻ. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം കുളക്കടവ് തന്നെ ഇവിടെയുണ്ട്. പണ്ട് ഇവിടുത്തെ പുറത്ത് നല്ല ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഞങ്ങളുടെ യാത്രയിൽ മഴ ഉണ്ടായിരുന്നില്ല, സുഖമായുള്ള എത്തിച്ചേരലാണ് ഉണ്ടായത്. ഇപ്പൊ ഞങ്ങളിവിടെ ഈ കാണുന്നത് ഹിൽ പാലസ് കൊട്ടാരത്തിലെ സ്ത്രീകൾ കുളിച്ചിരുന്ന കുളക്കടവാണ് കാണുന്നത് വീഡിയോയിൽ. ഹിൽ പാലസിലെ ഡിയർ പാർക്കാണ് കാണുന്നത്. കുറെ മാനുകളുണ്ട്. മഴ കാരണം നമുക്ക് ഇങ്ങനെ നിന്ന് കാണാനുള്ളൊരു സൗകര്യം ഇല്ല. ഒരുപാട് മാനുകൾ. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.